കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ കുഴപ്പം എന്താണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിര ചോദ്യം. കുഴപ്പം മാത്രമേയുള്ളൂ. പക്ഷേ ആ കുഴപ്പം എന്താണെന്നത് ഏതു ചെകുത്താനെ കൂട്ടിയും ഭരണത്തിലേറി കട്ടുമുടിച്ച് രാജ്യം കുട്ടിച്ചോറാക്കണമെന്ന ചിന്താഗതി മാത്രം വെച്ചു പുലർത്തുന്ന മുസ്ലിം ലീഗിന്റെ ഏറാം മൂളികൾ മാത്രമായ കോൺഗ്രസുകാർക്ക് മനസ്സിലാവില്ല. മുസ്ലിം ലീഗ് എന്ന ഇന്ത്യയിൽ ഉടനീളം വേരുകളുള്ള മത പാർട്ടിയിൽ എത്ര അമുസ്ലിങ്ങളുണ്ട്? മുസ്ലിം ലീഗിന് വേണ്ടി കോളാമ്പി തുറന്നു വെച്ച് ചാനലുകളിൽ പോയി ഘോരം മതേതരത്തെക്കുറിച്ച് സംസാരിക്കുന്ന ജിൻഡോ ജോണിനെ പോലെയുള്ള ക്രിസ്ത്യൻ നാമധാരികൾ പറയുന്നത് വിഴുങ്ങുന്ന പാരമ്പര്യ കോൺഗ്രസുകാർ ആയ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്ന് ശ്രദ്ധിക്കുക. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം പാണക്കാട് തങ്ങൾ കുടുംബത്തിന് സംവരണം ചെയ്തിരിക്കുകയാണെന്നിരിക്കെ ആ പാർട്ടി എങ്ങനെയാണ് ജനാധിപത്യ പാർട്ടിയാവുക? എങ്ങനെയാണ് മതേതരമാവുക? തുർക്കിയിൽ ക്രിസ്ത്യാനികളുടെ ഹഗിയ സോഫിയ ദേവാലയം ഇസ്ലാമിക മതമൗലികവാദി എർദോഗൻ പിടിച്ചെടുത്ത മുസ്ലിം പള്ളിയാക്കിയതിനെ സ്വാഗതം ചെയ്ത മതേതരനാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട്ടെ സാദിഖ് അലി. ഇതാണ് മുസ്ലിം ലീഗിന്റെ മതേതരത്വം. സാദിഖ് അലിയും മുസ്ലിം ലീഗും അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ മോദിയുടെ ഫാസിസം എന്ന് പറഞ്ഞ് നിലവിളിച്ചതും ഹിന്ദുക്കളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന കൊലവിളി നടത്തിയതും കേരളത്തിലെ ക്രിസ്ത്യാനികൾ കണ്ടതാണ്. ആരാണ് മതേതരം? ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യമുണ്ടാക്കിയ മുസ്ലിം ലീഗാണോ? ബംഗ്ലാദേശ് ഭരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണോ? ഇവിടേക്ക് ആരാണ് ഭൂരിപക്ഷം? ഈ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയും സ്ഥിതി എന്താണ്? യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലുള്ള ക്രൈസ്തവരുടെ സ്ഥിതി എന്താണ്? ഇന്ത്യയിലെ ഇവന്മാർ കപട മതേതരന്മാരായി തക്കം പാർത്തിരിക്കുന്നത് BJP എന്ന പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. വഖഫിന് ഭാരതം മുഴുവൻ തട്ടിയെടുക്കാൻ നിയമമുണ്ടാക്കി വെച്ചതുപോലെ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ എന്നെ ഈ ഭീകരർക്ക് തീരെഴുതി കൊടുക്കുമായിരുന്നു. മുനമ്പത്ത് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മൾക്ക് മുന്നിൽ തന്നെയുണ്ടല്ലോ. അവിടെ ഏതെങ്കിലും നിലപാട് എടുക്കാൻ മതേതരം എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗിന് കഴിയുന്നുണ്ടോ? മതേതരം വെറും പ്രഹസനം മാത്രം. എല്ലാം ഞമ്മന്റെ ആൾക്കാർക്കുള്ള കൂട്ടിക്കൊടുപ്പ്. ലീഗിന്റെ വാലിൽ തൂങ്ങിക്കിടക്കുന്ന കോൺഗ്രസ് എന്ന വിഷപ്പാമ്പിനെ ഇനിയും വിശ്വസിക്കുന്നത് വരും തലമുറയോടുള്ള വൻചതിയാണ്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന പെരുംതോട്ടം പിതാവിന് മുസ്ലിം ലീഗിന്റെ വർഗീയത എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുക. ഒരിക്കലും മുസ്ലിമിനെ ബാധിക്കാത്ത ക്രൈസ്തവർക്കുള്ള മുന്നോക്ക സംവരണം കേന്ദ്ര കേരള സർക്കാരുകൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിന്നത് മുസ്ലിം ലീഗാണ്. ലീഗിനെ പേടിച്ച് ലീഗിന്റെ വാലാട്ടിപ്പെട്ടി മാത്രമായ കോൺഗ്രസ് ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികളെ പിന്തുണച്ചില്ല. അന്ന് കൂടെ നിന്നത് BJP മാത്രം. കോൺഗ്രസിനെ വിഴുങ്ങിയ മുസ്ലിം വർഗീയ പാർട്ടിയായ മുസ്ലിം ലീഗ് കേരളം ഭരിക്കാതിരിക്കാൻ എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശ്രദ്ധിക്കുക. ഇനിയും ജിൻഡോയെ പോലുള്ളവന്മാർ പറയുന്നത് കേട്ട് അടിമ ജീവിതം തുടരാനാണ് താല്പര്യമെങ്കിൽ ഇസ്ലാമിക ഭരണം നിലവിലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുക. വേറെ കൂടുതലായി ഒന്നും പറയാനില്ല. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.